വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നുണ്ടായി 4 പേർ മരിച്ച സംഭവത്തിൽ വിശദീകരണമായി കോഴിക്കോട് കോർപ്പറേഷൻ മേയർ. അപകടം നടന്ന കെട്ടിടം അൺഫിറ്റാണെന്ന് എഞ്ചിനീയർ റിപ്പോർട്ടിൽ ഇല്ലെന്ന് മേയർ ഒ സദാശിവൻ പറഞ്ഞു. നൂറുകണക്കിന് കച്ചവട സ്ഥാപനങ്ങൾ കാലങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്നവരെ പെട്ടെന്നൊരു ദിവസം ഒഴിപ്പിക്കാൻ കഴിയില്ലെന്നും കോഴിക്കോട് മേയർ പ്രതികരിച്ചു. എല്ലാറ്റിൻ്റെയും ബലക്ഷയം പരിശോധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഒറ്റ വാക്കിൽ ഇതെല്ലാം അൺഫിറ്റാണെന്ന് എഴുതി വെച്ചാൽ ഈ പറയുന്ന തലത്തിൽ ഒട്ടേറെ ആളുകളുടെ കച്ചവടങ്ങൾ, തൊഴിലാളികൾ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നാം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ദുരന്തം എന്നുള്ള നിലയ്ക്ക് ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ള കച്ചവട സ്ഥാപനങ്ങൾ നേരത്തെ കച്ചവടം നടത്തിപ്പോകുന്നവരെ അവരെ അവിടെ നിലനിർത്തുക തന്നെയാണ്. എന്നാൽ ആ കെട്ടിടത്തിൽ പുതുതായിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതിൽ നമ്മൾ നിയന്ത്രണം വരുത്തി. കോഴിക്കോട് മേയറുടെ ഫണ്ടിൽ നിന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 1 ലക്ഷം രൂപ നൽകുമെന്നും മേയർ ഒ സദാശിവൻ അറിയിച്ചു. ദിലീഷ തിലകൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീഷ, പറയൂ. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് മൈ 24 ആർമി. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെയാണ് കോഴിക്കോട് വലിയങ്ങാടിയിൽ നാടിനെ നടുക്കിയ ആ ഒരു വലിയ ദുരന്തമുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ വിശദീകരണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു മേയറുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ കാലപ്പഴക്കം ചെന്ന എത്ര കെട്ടിടമുണ്ട്, അതിൽ എത്ര എണ്ണം പൊളിക്കാൻ തീരുമാനിച്ചു, എത്ര എണ്ണം അൺഫിറ്റ് ആണ് എന്നീ കാര്യങ്ങളിലൊന്നും തന്നെ കോർപ്പറേഷന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇല്ല എന്നുള്ളതാണ്. 2022 കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ അപകടം നടന്ന വലിയങ്ങാടിയിലെ കെട്ടിടം അൺഫിറ്റ് ആണ് എന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കോഴിക്കോട് മേയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലവിൽ 16 കെട്ടിടങ്ങൾ പൊളിച്ചു പണിയാൻ വേണ്ടിയിട്ട് കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ 16 കെട്ടിടങ്ങൾ പൊളിച്ചു പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അൺഫിറ്റ് ആണ് എന്ന് കണ്ടെത്തിയതല്ല, കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്. ഇത് പൊളിച്ച് പണിയാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അതിലൊരു കെട്ടിടമാണ് വലിയങ്ങാടിയിലെയും. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു കെട്ടിടത്തെ അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഒരു കെട്ടിടത്തിൽ നിന്നും അവരെ അൺഫിറ്റ് ആണ് എന്ന് പറയുമ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ദിവസം അവരെ വഴിയാധാരമാക്കാൻ താല്പര്യമില്ലായിരുന്നു. അത് അവരുടെ ജീവിതത്തെ ബാധിക്കും. അത് മൂലം സാമൂഹ്യപരമായ ഒട്ടനവധി മറ്റ് പ്രശ്നങ്ങൾ അതിന് പിന്നാലെയായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒറ്റൊരു ദിവസം കൊണ്ട് അവരെ അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറക്കാൻ കാലപ്പഴക്കം ആ കെട്ടിടത്തിന്റെ അവസ്ഥ എന്നൊക്കെ നോക്കി പുതുക്കി പണിത് അങ്ങനെ മാറ്റി അവരെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റാം എന്നൊക്കെയാണ് കോർപ്പറേഷൻ നിലവിൽ നൽകുന്ന വിശദീകരണങ്ങൾ. 16 കെട്ടിടങ്ങളിൽ ഒന്നും അൺഫിറ്റ് ആണ് എന്ന് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടെത്തിയിട്ടില്ല. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ കാലക്രമേണ നോക്കി അതിന്റെ അവസ്ഥ മനസ്സിലാക്കി മാറ്റാം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം. നിരവധിയായിട്ടുള്ള തൊഴിലാളികളെ ഈ ഒരു വിഷയത്തിൽ വഴിയാധാരമാക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ള ഒരു മറുപടിയാണ് കോർപ്പറേഷനിൽ നിന്ന് അവർ പറയുന്നത്. മാത്രവുമല്ല, സമാനമായിട്ട് പാളയ മാർക്കറ്റിന്റെ അവസ്ഥ കൂടി പങ്കുവെക്കുന്നുണ്ട്. പാളയ മാർക്കറ്റിലും ഇത്തരത്തിൽ ഒട്ടനവധി കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ്. അത് മുൻനിർത്തിയാണ് അവരെ കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിലേക്ക് മാറ്റാൻ, കെട്ടിട സമുച്ചയത്തിലേക്ക് മാറ്റാൻ വേണ്ടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.